ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഫാമിലി വ്ളോഗ് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബാലി ദ്വീപ് എക്സ്പോ ഇല്ലേ, അത് കാണാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് നേവൽ ബേസിൻ്റെ അവിടെ തൊട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കിൻ്റെ കൂടെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം ബ്ലോക്കിലൊക്കെ കിടന്ന് മഴയൊക്കെ കൊണ്ട് നമ്മൾ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗ്രൗണ്ടിൽ കയറി ഉടനെ തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടിയേ. കയറി ചെന്ന സ്പേസിൽ തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടി. അപ്പോൾ നമുക്ക് വേഗത്തിൽ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. വലിയ തിരക്കും ഇല്ലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. ഞങ്ങൾ പോയത് വൈകുന്നേരം ഒരു 3 മണി 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പോയത്. അപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കിടന്നു കേട്ടോ. കയറി എൻട്രൻസ് തന്നെ കാണാൻ നല്ല രസമാണ്. നല്ല പ്ലാസ്റ്റിക്കിൻ്റെ പൂവൊക്കെ വെച്ച് കുറേ വേരുകളും കമ്പുകളും ഒക്കെ വെച്ചിട്ടുള്ള മതിലൊക്കെ പണിത് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അത് കഴിഞ്ഞ് കയറി ചെന്നപ്പോഴത്തേക്കും തന്നെ ഉണ്ടല്ലോ ഒരു കുളത്തിനകത്ത് നടുക്ക് ഇങ്ങനെ കുറേ കല്ലുകൾ ഇങ്ങനെ പാകിയിരിക്കുന്ന പോലെ കല്ലുകൾ ഇട്ടേക്കുക. എന്നിട്ട് ആ കല്ലിൽ കൂടെ നമുക്ക് കടന്ന് അപ്പുറത്ത് പോകും. അതിനകത്ത് നിറയെ മീനുകളാണ് കേട്ടോ. വലിയ വലിയ സൈസിലുള്ള വലിയ കോഴിക്കാർപ്പ് മീനുകളാണ് അതിനകത്ത് പോകുന്നത് കേട്ടോ. കുട്ടികളായിട്ട് പോകുന്നവർ എന്തായാലും, കുട്ടികളുള്ളവർ ഒരു 2 വയസ്സിന് മേളിൽ അല്ലെങ്കിൽ 1.5 വയസ്സിന് മേളിലുള്ള കുട്ടികളായിട്ട് പോകുന്നവർ എന്തായാലും പോയി കാണണം. കാരണം അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ മീനെ ഇത്രയും അടുത്ത്. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവില്ല, പക്ഷേ ആ മീനിന് നല്ല സൈസുണ്ട്. അപ്പോൾ നമുക്ക് വലിയവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ കുറേ നേരം ഞങ്ങളിങ്ങനെ മീനെയൊക്കെ കണ്ട് ഫ്രണ്ടിലേക്ക് നടന്ന് പോവുകയാണ് കേട്ടോ. ഈ ഒരു സ്പേസ് മാത്രമല്ല, മുമ്പോട്ട് 2-3 പോണ്ടുകളുണ്ട്. അതിനകത്തെല്ലാം ഇതുപോലെ വലിയ മീനുകളും കുഞ്ഞു മീനുകളും ഒക്കെ ആയിട്ട് അവരിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. നമുക്ക് നല്ല രസമാണ് കണ്ടിരിക്കാൻ. നമുക്ക് ടൈം പോകുന്ന അറിയത്തില്ല ഇതിനകത്ത് കയറും. പ്രത്യേകിച്ച് മീനുകളായതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് മീനുകളെയൊക്കെ കണ്ട് താമക്കുട്ടന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അവന് കാണാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കുട്ടികൾക്ക് കൈയിട്ട് മീൻ പിടിക്കാൻ പാകത്തിന് ചെറിയൊരു അരി പോലെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുള്ളിൽ നമുക്ക് കൈയിട്ട് മീനെ പിടിപ്പിക്കാം. കുഞ്ഞുങ്ങൾക്ക് കൈകൊണ്ട് മീനെ തൊട്ട് നോക്കാം. അങ്ങനെയൊക്കെയുള്ള സ്പേസ് ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഒരു ചെറിയ കുളവും അതിനകത്ത് കുറേ കോയി ഫിഷും പിന്നെ അതിൻ്റെ നടുക്ക് ഒരു ഊഞ്ഞാലും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ഫ്രെയിമാക്കി അവരുടെ സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് ബേർഡ്സിനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ തൂക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പോകുന്ന വഴിക്ക് തോടുകളിൽ മീനുണ്ടാവുമെന്ന്, ആ സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ മീനുകളുണ്ട്. ഒരു തോട് പോലെ ഇവർ സെറ്റാക്കി വെച്ചേക്കുക. അതിനകത്ത് നിറയെ മീനുകളാണ്. ഇവിടെയും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങി കാണാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുന്നതാണ് അക്വേറിയം സെക്ഷൻ. ഇവിടെയാണ് മറ്റേ അരോണ, അരാപ്പൈമ, റെഡ് ടെയിൽ ക്യാറ്റ്ഫിഷ് അങ്ങനെയുള്ള കുറേ മീനുകളുണ്ട് കേട്ടോ. മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള മറ്റേ അലിഗേറ്റർ ഗാറ് അങ്ങനെ കുറേ മീനുകളുണ്ട്. അപ്പോൾ ആ മീനിനെയൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. താമക്കുട്ടനും ആഷി ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരു വലിയ മീനെ കാണുന്നത്. അതിൻ്റെ ഒരു വലിയ ടെൻഷനോ പുള്ളിയുടെ മുഖത്തൊരു വല്ലാത്തൊരു സംഭവമായിരുന്നു. ഞാൻ ഇതുവരെ അവനിങ്ങനെ സ്തംഭിച്ച് ഒരു സാധനത്തെ നോക്കുന്ന കണ്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഒരു മീൻ അവിടെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ച് അത് ചത്തുപോയെന്ന്. പക്ഷേ അല്ല, അത് അനങ്ങാതെ റെസ്റ്റിംഗ് ടൈമാണെന്ന് തോന്നുന്നു അതിൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞ് മുമ്പോട്ട് ഇരുന്നോറും വലിയ സൈസായിട്ടുള്ള വലിയ മീനുകളെയൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഇനി കുറച്ച് മുമ്പോട്ടേക്ക് ഇനി മീനുകൾ മാത്രമേ ഉള്ളൂ.
തന്നത് ഒരു കുഞ്ഞുങ്ങൾക്ക് വീണ്ടും കളിക്കാൻ പറ്റിയ ഒരു പോണ്ടിലാണ് കേട്ടോ. അവിടെ വലിയവർക്ക് ഇരുന്നിട്ട് കുഞ്ഞുങ്ങളെ അവിടെ നിർത്തിയിട്ട് നമുക്ക് പിടിക്കാം. ഒരു സ്റ്റാൻഡ് പോലെയാണേ. അപ്പോൾ അവിടെ പോയിട്ട് കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും മീനെ പിടിക്കാനായിട്ട് ഞാൻ ആ പോണ്ടിൽ അവർക്ക് രണ്ടുപേർക്കും കൈവച്ച് കൊടുത്തു. ആമക്കുട്ടനെ പറയുന്നത് അവന് മേടിച്ച് കൊടുത്തിട്ട് ഓയിക്കകത്ത് മീനെ കോരാനൊക്കെ നോക്കുന്നുണ്ട് കുറേ നേരമായിട്ട്. ആഷിക്കുഞ്ഞിന് ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവന് എന്തൊക്കെയോ ഒരു പേടിയോ ടെൻഷനോ എന്തൊക്കെയോ ആയിരുന്നു. പക്ഷെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവനത് ടാപ്റ്റായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗെയിമിങ്ങിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഈ ഒരൊറ്റ ഗെയിമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ, കാർ റേസിൻ്റെ. അതിന് 10 മിനിറ്റത്തേക്ക് 100 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. അങ്ങനെ 10 മിനിറ്റ് അവർ രണ്ടുപേരും ഇരുന്ന് ഗെയിമൊക്കെ കളിച്ചു കേട്ടോ. പ്രായം എത്രയായാലും ബോയ്സിന് എപ്പോഴും ഈ വീഡിയോ ഗെയിം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരു ക്രേസാണല്ലോ. അങ്ങനെ കുറേ നേരം ഇവർ രണ്ടുപേരും ഇരുന്ന് ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ആഷിക്കുഞ്ഞും അവിടെ മാറിയിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ്റെയും മോൻ്റെയും ഗെയിമുകളെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഈ ഉത്സവത്തിനും പെരുന്നാളിലൊക്കെ ഇങ്ങനെ റിങ് എറിയുന്നൊരു സെക്ഷൻ ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിലും 50 രൂപയ്ക്ക് 7 റിങ് മേടിച്ച്. 5 റിങ് ഞാനും എറിഞ്ഞ് 2 റിങ് ചേട്ടായി എറിഞ്ഞ്. എന്നിട്ട് ഞങ്ങൾക്ക് 7 റിങ്ങിലും ഒരു സാധനവും കിട്ടിയില്ല. അങ്ങനെ 50 രൂപ അവിടെ വേസ്റ്റായി. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ എറിഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് താമക്കുട്ടനെ കാണുന്നില്ല. തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് മഴയത്ത് കിടന്ന് കളിക്കുന്നവൻ മഴയത്ത് വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, വെള്ളം കിടന്ന് തെറിപ്പിക്കുന്നു, ആകെ മേളമായി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവനെ വിളിച്ചിട്ട് അവൻ എന്ത് ചെയ്താൽ വരുന്നില്ല. അവൻ ആ മഴയത്ത് നിന്ന് കളിക്കുക എന്ന് പറഞ്ഞ് അവിടെ വന്ന് മഴയത്ത് കളിക്കുക. പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് വണ്ടിയിൽ കയറി അവന് തലയൊക്കെ തോർത്തി കൊടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തണുപ്പായിരുന്നുകൊണ്ട് ഞങ്ങൾ പനമ്പള്ളി നഗറിൽ പോയി ചെറിയൊരു സൂപ്പൊക്കെ കുടിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോരുമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം